എല്ലാവർക്കും നമസ്കാരം. ചമ്മന്തി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ തേങ്ങ ചമ്മന്തിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ എന്ന് പറയുമ്പോൾ 1 കപ്പ് 250 ml ഒരു കപ്പ് തേങ്ങ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കാൻ ശ്രമിക്കുക. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കിട്ടാത്ത സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രോസൺ തേങ്ങ യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ തണുപ്പ് കളഞ്ഞതിന് ശേഷം മാത്രമേ ചമ്മന്തിക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. തണുപ്പ് കളയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പ് മാറും. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ മൈക്രോവേവ് അവനിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ തണുപ്പ് മാറ്റാൻ പറ്റും. അപ്പോൾ തണുപ്പ് മാറ്റിയതിന് ശേഷം മാത്രമേ ചമ്മന്തി അരയ്ക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് 5 മുതൽ 7 ഉണക്കമുളക് വരെ നമുക്ക് എടുക്കാം. ഞാൻ ഉണക്കമുളക് കൂടാതെ